അപ്പോൾ ഗൈസ് ബിലു ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൊടകിലാണ് കേട്ടോ ഇപ്പോഴുള്ളത്. അപ്പോൾ കൊടകിൽ നമ്മൾ അടുത്തതായി പോകുന്നത് ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ. അവിടെ ഒരുപാട് ആനകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ, അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ വരുന്ന വഴിക്കൊക്കെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ എത്തുമ്പോൾ ചെറുതായിട്ട് നല്ല വെയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ ഇവിടുന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് വീരാജപേട്ട ടൗണ് വഴിയാട്ടോ പോകുന്നത്. വീരാജപേട്ടയിൽ നിന്ന് 10-12 കിലോമീറ്ററാന്ന് തോന്നുന്നു ഈ പറഞ്ഞ ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീരാജപേട്ട ടൗണ് കഴിഞ്ഞ് കുറച്ച് മുമ്പെത്തിയാണ് കാലാവസ്ഥ വീണ്ടും ചേഞ്ച് ആയിട്ടോ. മഴ തുടങ്ങി. അപ്പോൾ നമ്മളൊരു സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലായിട്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത്, അപ്പോൾ അവിടെ ഇരിക്കണ ഒരു കുട്ടിയായിട്ട് മോന് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഇത് കൂർഗിലെ ഒരു ചങ്ങായി എന്നാണ് കേട്ടോ. അപ്പോൾ അവർ മലയാളം തന്നെയാണ് പറയുന്നത് പറഞ്ഞാൽ കൂർഗിലെ 90% ആൾക്കാരും ഇവിടെ മലയാളമാണ് സംസാരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു 12 കിലോമീറ്ററാണ് അവിടത്തേക്ക് ഉള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ദുബാര എലിഫൻറ്റ് പാർക്കിൻ്റെ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 1.5 കിലോമീറ്ററും കൂടി നമുക്ക് അവിടെ പോയാൽ നമുക്ക് ആ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ദുബാര എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ദുബാര ആനകൾ വിളയാടും കാവേരി നദീ തീരം. കാവേരി നദിയുടെ തീരങ്ങളെല്ലാം തന്നെ പേരുകേട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇതിൽ നിന്നും ദുബാരയിൽ മാത്രം മറ്റു സ്ഥലങ്ങളിൽ നിന്നും ദുബാര വേറിട്ട് നിൽക്കുന്നത് അവിടുത്തെ എലിഫൻറ്റ് പാർക്ക് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബൈക്കിന് പാർക്കിംഗ് ഫീ വരുന്നത് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണും കേട്ടോ. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ നമ്മുടെ മോൻ്റെ കുരുത്തക്കേട് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമതും മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കട എന്ന് പറഞ്ഞാൽ വൈന്, ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, മിഠായി, പിന്നെ അതുപോലുള്ള ഐറ്റംസ്, പിന്നെ കരകൗശല വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുത്തിയ കടകളാണ് കേട്ടോ അവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ ചായപ്പൊടി കാര്യങ്ങൾ അതുപോലുള്ള വസ്തുക്കളും അവിടെ ഉണ്ട് കേട്ടോ. ആ ഗ്ലാസും കപ്പൊക്കെ കണ്ടോ? അത് ഒരുതരം മെറ്റീരിയലാണ്. അതായത് എന്ന് വെച്ചാൽ അതിൽ ചൂടും തണുപ്പൊക്കെ ഉപയോഗിക്കുക. നിലത്ത് വീണാൽ പൊട്ടില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. നിലത്ത് വീണാൽ പൊട്ടൂല. 200 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ. തൃശ്ശൂർ പൂരത്തിനല്ലാതെ ആനകളെ അടുത്തറിയാനും ആനകൾക്ക് ഫുഡ് കൊടുക്കാനും ആനകളെ പുറത്ത് കയറി ഇരിക്കാനൊക്കെ ഇവിടെ ഇവർ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. കർണാടകത്തിലെ കുടകി ജില്ലയിലെ കാവേരി നദിയുടെ തീരത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റൻ സെറ്റിൽമെൻറ്റായ കുശാൽ നഗറിൽ നിന്നും അടുത്താണ് കേട്ടോ ഈ ദുബാര. മടക്കേരിയിൽ നിന്നാണെങ്കിൽ 30 കിലോമീറ്ററാണ് കേട്ടോ ഇവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത്.
അപ്പോൾ ഗെയ്സ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാവേരി നദി. അപ്പോൾ ഇവിടെ രാവിലെ 9 മണി മുതൽ 11 മണി വരെയും പിന്നെ ഈവനിങ് 4:30 മുതൽ 5:30 വരെയാണ് കേട്ടോ ഇതിൻ്റെ സമയം വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ എലിഫൻ്റ് ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ ഈ കാവേരി നദി ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 4:30 കേട്ടോ ഈ എലിഫൻ്റ് എലിഫൻറ്റിൻ്റെ ബാത്തിങ്ങിൻ്റെ ഒക്കെ സമയം വരുന്നത്. അപ്പോൾ അതുവരെ ഒന്നെങ്കിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ വേറെ ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് 200 രൂപയാണ് കേട്ടോ. ബോട്ടിങ്ങിനാണെങ്കിൽ 75 രൂപ, എലിഫൻ്റ് ബാത്തിങ്ങിനാണെങ്കിൽ 500 രൂപ വരണം കേട്ടോ. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ ലീവാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ വേറൊന്ന് പ്രത്യേകത വരുന്നത് അതായത് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഹോളിഡേ അങ്ങനത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സെലിബ്രേഷൻ അവധികൾക്കും ഇവിടെ ഫീ കൂടുതലാണ് കേട്ടോ. അതായത് 200 രൂപ വരുന്നത്. ബാക്കി എല്ലാ ദിവസവും അതായത് ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിൽ ഇവർ ഇതിന് ഫീ ആയി നൽകുന്നത് 120 രൂപയാണ് കേട്ടോ. ബോട്ടിങ്ങിനാണെങ്കിൽ 60 രൂപ വരുന്നുണ്ട്. എലിഫൻ്റ് ബാത്തിന് 300 രൂപയാണ് കേട്ടോ മറ്റുള്ള ദിവസങ്ങളിൽ വരുന്നത്. അപ്പോൾ 200 രൂപേൻ്റെ ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ചെറിയൊരു പണി കിട്ടി 4:30 വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ നമുക്കത് ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ്. എത്തി കേട്ടോ.